അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിലാലേ, മുഹമ്മദ് എന്ന പ്രവാചകന്റെ ശരീരത്തിന് തന്നെ വല്ലാത്ത പ്രകാശം വന്നുപോയി. ഒരു വിളക്കില്ലാതെ പാതിരാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നാൽ ആ പ്രദേശത്ത് മുഴുവനും വെളിച്ചമാണ്. റസൂലേ റസൂലേ സന്മാർഗ പ്രതീകമേ, മണ്ണിൽ സൗരഭ്യ പൂവനമേ. റസൂലേ റസൂലേ സന്മാർഗ പൂവനമേ, മണ്ണിൽ സൗരഭ്യ പൂവനമേ. പരിപൂർണ ചന്ദ്രനെ പാരിൽ പ്രകാശമേ, പരിപാലകൻ മണ്ണിൽ മാനവർക്കായം ഏകിയ അൽഅമീനേ, സുഗന്ധം വീശിയ യാ നബിയേ. റസൂലേ റസൂലേ സന്മാർഗ പ്രതീകമേ, മണ്ണിൽ സൗരഭ്യ പൂവനമേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിടന്നിട്ടുറക്കം വരുന്നില്ല. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് കിടന്നിട്ടുറക്കം വരുന്നില്ല. തിരിഞ്ഞു കിടക്കുന്നു, മറിഞ്ഞു കിടക്കുന്നു. നാളത്തെ പ്രഭാതമുണ്ടല്ലോ, മുത്തുനബിയെ കാണുന്ന ദിവസമാണ്, പുന്നാര ഹബീബിന്റെ മുമ്പിലേക്ക് പോകുന്ന ദിവസമാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പിറ്റേന്ന് അതിരാവിലെ എഴുന്നേൽക്കുകയാണ്. ഉമയ്യപ്പ് ചോദിക്കുന്നു, എന്തേ ബിലാലേ, ഇന്ന് നിന്നെ കാണാൻ വല്ലാത്ത സന്തോഷമാണല്ലോ. അത് ഈമാനിന്റെ രുചിയാണ്, അത് ഈമാനിന്റെ സൗന്ദര്യമാണ്. അത് ഉമയ്യപ്പിനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. മൻ റളിയ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ നബിയ്യാ. അല്ലാഹുവിൽ വിശ്വസിക്കുമ്പോ, പ്രവാചകനെ അംഗീകരിക്കുമ്പോ, ഇസ്ലാമിന്റെ സൗന്ദര്യം എന്ന് വരുമ്പോ, കറുത്തുപോയ ജബ്ബാർ ഉസ്താദിന്റെ മുഖത്ത് പ്രകാശം വന്നത് എങ്ങനെയാണ്? കറുത്തിരുന്ന കോയക്കുട്ടി ഉസ്താദിന്റെ മുഖത്ത് പ്രകാശം വന്നത് എങ്ങനെയാണ്? ആ കൈയൊന്ന് തൊടാൻ, ആ കൈയൊന്ന് തൊടാ ഞാനും നിങ്ങളും മത്സരിച്ചു ക്യൂ നിന്നതെന്തിനാണ്? അല്ലാഹു കൊടുക്കുന്നത് അത് ഈമാനിന്റെ മധുരമാണ്, അത് ഈമാനിന്റെ രുചിയാണ്. ആ രുചി ബിലാലിന്റെ ശരീരത്തെ മാറ്റി, ബിലാലിന്റെ കണ്ണുകൾക്ക് തിളക്കമായി, ബിലാലിന്റെ മുഖത്ത് പ്രഭയായി. ഉമയ്യത്ത് ചോദിക്കുന്നു, ബിലാലേ, ഇന്നലെ വരെ ഇല്ലാത്ത ഒരു സൗരഭ്യം നിന്റെ മുഖത്ത് വന്നിട്ടുണ്ടല്ലോ. ബിലാൽ മറുപടിയൊന്നും പറഞ്ഞില്ല. സന്തോഷത്തോടെ ഒട്ടക കൂട്ടങ്ങളെയും കൊണ്ട് മേയ്ക്കാൻ പോവുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത് എപ്പോഴാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ പോകാ. കാത്തിരുന്ന് അങ്ങനെ കാണാൻ പോകുന്നു. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത സൗന്ദര്യത്തിന്റെ പൂനിലാവിനെ കണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു കരയുകയാണ്. കറുത്തവനായ ബിലാലിനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് ആത്തൂരുകാർക്കറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചുമപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള ശരീരമുണ്ടല്ലോ. അല്ലാഹുവേ, ആ കൈയൊന്ന് തൊടാൻ ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. അല്ലാഹുവേ, ആ മുത്തുനബിയെ ഒന്ന് കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. അല്ലാഹുവേ, സ്വപ്നത്തിലെങ്കിലും ഈ പാവപ്പെട്ടവർക്ക് ഒന്ന് കാട്ടിത്തരണേ റബ്ബേ, ഒന്ന് കാണിച്ചു തരണേ അല്ലാ. ആ തൂരുകാരെ ആമീൻ പറയുക. ഇത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മധുരം നിങ്ങളുടെ മനസ്സിൽ വിളമ്പി തരുന്ന രാത്രിയാണ്. അല്ലാഹുവേ, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആ ചുമപ്പ് കലർന്ന വെളുപ്പ് നിറം ഇങ്ങോട്ട് സ്വീകരിക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ കെട്ടിപ്പിടിച്ചപ്പോൾ, അല്ലാഹുവിന്റെ റസൂൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് വെച്ചപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ബിലാലേ, നീ കരയുന്നതെന്തിനാണ്? യാ റസൂലല്ലാഹ്, ഉമയ്യത്തിന്റെ ശരീരത്ത് തൊട്ടാൽ അത്തറുകൊണ്ട് സുഗന്ധം കൊണ്ട് കൈ കഴുകുമായിരുന്നു നബിയേ. ഉമയ്യത്തിന്റെ ശരീരത്ത് അറിയാതെ തൊട്ടുപോയാൽ, മുതലാളിമാര് എന്റെ ശരീരത്തിലൊന്നും അറിയാതെ തൊട്ടുപോയാൽ, അല്ലാഹുവിന്റെ റസൂലേ, വിലപിടിപ്പുള്ള സുഗന്ധം കൊണ്ടുവന്നിട്ട് അവരുടെ കൈ കഴുകുമായിരുന്നു നബിയേ. എന്നെ തൊട്ടല്ലോ, എന്നെ ചേർത്ത് വെച്ചല്ലോ, എനിക്ക് മുത്തം തന്നല്ലോ. മദീനബിയേ, ഇസ്ലാമിനെ ഞാൻ പഠിച്ചു റസൂലേ, ഇസ്ലാമിന്റെ മഹത്വം ഞാൻ മനസ്സിലാക്കിയ റസൂലേ. ഈ ആകാശത്തിന്റെ അധിപൻ, സ്നേഹം തരുന്ന ദയാലുവായ പടച്ചവനാണെന്ന് എനിക്ക് ബോധ്യമായി നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു ഉയരട്ടെ. ആ തൂരിന്റെ മണ്ണിൽ ആയിരക്കണക്കിന് ബിലാലുമാര് ഈമാൻ കപ്പി നിൽക്കുന്ന ഹൃദയത്തിന്റെ ഉടമകള് ഈ രാത്രിയിൽ നമുക്ക് സമ്മാനിക്കണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഉയരട്ടെ മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു ഉയരട്ടെ. അടിമപ്പാളയത്തിന്റെ ഷഹാദത്തിന്റെ പവർ ആ കറുത്ത ശരീരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു അനുഗ്രഹം തന്ന, അല്ലാഹു സൗഭാഗ്യം തന്ന, അല്ലാഹു സൗന്ദര്യം തന്ന, അല്ലാഹു സൗകര്യം തന്ന നിങ്ങൾ ആവേശത്തോടെ പറയുക, സയ്യിദുനാ ബിലാൽ, സയ്യിദുനാ ബിലാൽ, സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. പക്ഷെ എന്താ സംഭവിച്ചെന്നറിയോ? പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാലിനോട് പറഞ്ഞു, ഇപ്പൊ തൽക്കാലം ആരോടും മിണ്ടണ്ട, അറിഞ്ഞാൽ ഉമയ്യത്ത് നിന്നെ കൊല്ലും. ഇല്ല കൂട്ടുകാരാ, ഞാൻ ആരോടും പറയില്ല, നേരെ വീട്ടിലേക്ക്. പിറ്റേന്ന് പ്രഭാതത്തിൽ ഉമയ്യത്ത് ഇങ്ങനെ റോഡിലൂടെ ഇറങ്ങി നടക്കുമ്പോ ഒരു വല്ലാത്ത ശാന്തത. അടിമകളെയൊന്നും കാണാനില്ല, പഴയതുപോലെ വലിയ ബഹളവും ചിരിയും കളിയൊന്നും കാണുന്നില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ ഉമയ്യത്ത് എന്ന് പറയുന്ന ധീരനായ മുതലാളി നോക്കുമ്പോൾ ഒരു അടിമ മുമ്പിലൂടെ പോയി. ഇബ്നു അംബർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്.
ഈ ഉമയ്യത്ത് പറഞ്ഞു, ഇബ്നു അംർ അവിടെ നിൽക്ക്. നേരത്തെ ഉമയ്യത്തിനെ കണ്ടാൽ തന്നെ ഓടിയെത്തുമായിരുന്നു. ഇപ്പൊ ഉമയ്യത്ത് വിളിച്ചിട്ട് നിന്നില്ല, ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം. ഉമയ്യത്ത് പറഞ്ഞു, എന്റെ മുമ്പിലൂടെ ഇങ്ങനെ അഹങ്കാരത്തോടെ നടക്കാൻ മാത്രം ഈ ഇബ്നു അംറിന് എവിടെ നിന്ന് ശക്തി കിട്ടി? വീണ്ടും വിളിച്ചു, ഇബ്നു അംർ എവിടെയാ പോകുന്നത്? അവിടെ ഇരിക്ക് എന്ന് പറഞ്ഞു. ഇബ്നു അംർ തിരിഞ്ഞു. എന്തേ? അല്ല, നിനക്കെന്തോ ഒരു പവർ ഉള്ളത് പോലെ. അതെ, ഞാൻ ഇന്നലെ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുകയാണ്. ഉമയ്യത്ത് രാക്ഷസനെ പോലെ പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, എന്ത് ഇസ്ലാം? നിങ്ങളുടെയൊക്കെ മതം മുതലാളിമാരാണ്, നിങ്ങളുടെ ദൈവം യജമാനന്മാരാണ്. നിനക്കൊരിക്കലും ഇസ്ലാം മതം സ്വീകരിക്കാനോ നിങ്ങൾ അംഗീകരിക്കാനോ ഒന്നിനും ഈ ലോകം മനസ്സ് വെക്കില്ല. അതുകൊണ്ട് കടന്നു വെക്കോ. ഇബ്നു അംർ നിസാരമായി ഒന്ന് ചിരിച്ചിട്ടാണ് കടന്നുപോയത്. എല്ലാ അടിമകളും അങ്ങനെ തന്നെ. ഉമയ്യത്ത് പെട്ടെന്ന് തന്നെ അബൂജഹലിനെ വിളിച്ചു, അബൂലഹബിനെ വിളിച്ചു, എല്ലാ ശത്രുക്കളെയും വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് വെച്ചു. പെട്ടെന്നുണ്ടായ ഒരു മീറ്റിംഗ്, പെട്ടെന്നുണ്ടാകുന്ന മീറ്റിംഗ്. കാസർഗോഡ് ഇലക്ഷനൊക്കെ വരാൻ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു മീറ്റിംഗ് ഒക്കെ വെക്കുമല്ലോ, എങ്ങനെയെങ്കിലും ഒന്ന് കാര്യങ്ങളൊക്കെ നടക്കും. അതുപോലെ പെട്ടെന്നുണ്ടായ മീറ്റിംഗ്, മുതലാളിമാരുടെ മുഖത്തൊക്കെ കടന്തൽ കുത്തിയതുപോലെ നീര് കെട്ടി നിൽക്കാൻ എല്ലാവരും പറഞ്ഞു, എന്തിനാണ് ഇപ്പൊ പെട്ടെന്ന് ഒരു മീറ്റിംഗ്? ഉമയ്യത്തിനോട് ബാക്കിയുള്ള മുതലാളിമാർ പറഞ്ഞു, അടിമകൾക്കൊക്കെ അഹങ്കാരമായിരിക്കുകയാണ്. എന്ത് മതമാണ് അബ്ദുള്ളയുടെ മകൻ കൊണ്ടുവന്നത്? അല്ലെങ്കിൽ തന്നെ അവൻ എങ്ങനെ പ്രവാചകനാകും? അവൻ എത്തീമല്ലേ? അവൻ പണമില്ലാത്തവനല്ലേ? അവൻ പാവപ്പെട്ടവനല്ലേ? എല്ലാവരും ഇങ്ങനെ ചർച്ച നടത്തി. അവസാനം ഒരാൾ പറഞ്ഞു, ഉമയ്യത്ത് വലിയ ബഹളമൊന്നും വെക്കണ്ട. ഉമയ്യത്തിന്റെ വീട്ടിലെ അടിമ ബിലാലില്ലേ, 4 പ്രാവശ്യം മുഹമ്മദിന്റെ അടുപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു. ഉമയ്യത്തിന്റെ കൈകാലുകൾ ഇങ്ങനെ തിളച്ചു മറിയാൻ തുടങ്ങി. എന്റെ അടിമയോ? എന്റെ ബിലാലോ? സിറിയയിൽ പോയി കച്ചവടം ചെയ്ത് ഒരുപാട് ലാഭം എനിക്ക് കൊണ്ടുതന്ന എന്റെ പ്രിയപ്പെട്ട ബിലാലോ? ഒരിക്കലുമില്ല. ആ ഏതടിമ പോയെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും, പക്ഷെ ബിലാൽ പോയെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. അടിമപ്പാളയത്തിൽ തർക്കമായി, വഴക്കായി, ബഹളമായി. ആ സമയത്ത് ബാക്കിയുള്ള മുഴുവൻ ആളുകളും പറഞ്ഞു, ശരിയാണ് ഉമയ്യത്തെ, നിന്റെ ബിലാൽ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു. ഉമയ്യത്ത് പറഞ്ഞു, എത്രയോ വർഷം കൊണ്ട് എന്റെ തോട്ടം, എന്റെ ഒട്ടകം, എന്റെ ആടിന്റെ മലവും മൂത്രവും കാഷ്ടവും മുഴുവനും വാരുന്ന, കൈകൊണ്ട് വാരുന്ന, ഞാൻ വരച്ച വരയ്ക്കപ്പുറം പോകാത്ത കറുത്ത ശരീരമാണെങ്കിലും കരുത്തുറ്റ് ജോലി ചെയ്യുന്ന എന്റെ ബിലാൽ അങ്ങനെ പോവില്ല. അവനെന്തിന് ഇസ്ലാം? അവനെന്തിന് പ്രവാചകൻ? അവനെന്തിന് മുഹമ്മദ്? അവൻ എന്റെ കൂടെ തന്നെ കഴിയുന്നത് വലിയ സൗഭാഗ്യമാണ്. അവന്റെ ഉപ്പയും പണ്ട് അടിമയായി ഇവിടെ വാങ്ങിക്കൊണ്ടുവന്നതാണ്. പിന്നെ എന്തിന് ബിലാൽ എങ്ങനെ അഹങ്കാരം കാണിക്കണം? അവരെല്ലാവരും ഉറപ്പ് പറഞ്ഞു, സമന്മാരാണ് പോലും, മുതലാളിമാരും അടിമകളും സമന്മാരാണ് പോലും. ഇസ്ലാമിൽ വേർതിരിവില്ല, സമ്പന്നരും പാവപ്പെട്ടവരും തമ്മിൽ വേർതിരിവില്ല. അങ്ങനെ ഒരു മതം വന്നാൽ മുതലാളിമാരാരെ ഞങ്ങളൊക്കെ കുടുങ്ങി പോകുമെന്ന് പറഞ്ഞപ്പോ ഉമയ്യത്ത് ചാട്ടവാർ വലിച്ചൂരുകയാണ്. ഇവിടെ തുടങ്ങുന്നു ആ തൂരുകാരാ. പാവപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉപദ്രവിക്കാൻ ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഉമയ്യത്ത് ചാട്ടവാർ ഊരിയിട്ട് മുതലാളിമാരോട് പറയുകയാണ്, ഇവിടത്തെ ഏറ്റവും വലിയ റബ്ബ് മുതലാളി ഞാനാണ്, ഉമയ്യത്താണ്. എന്റെ അടിമ മുസ്ലിമായിട്ടുണ്ടെങ്കിൽ ആ അടിമയെ വകവരുത്താതെ ഉമയ്യത്തിന് മടങ്ങൂല്ല. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഞാൻ ഇസ്ലാം മതം കളഞ്ഞു എന്ന് നിങ്ങളോട് ബിലാൽ ഉറക്കെ വിളിച്ചു പറയുമെന്ന് ഉമയ്യത്ത് പറയുകയാണ്. ഇന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് അറേബ്യയിലെ ഏറ്റവും വലിയ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് എന്റെ അടിമയായ ബിലാൽ, നന്ദികേട് കാട്ടിയ ബിലാൽ, കറുത്ത കരിങ്കുരങ്ങിനെ പോലിരിക്കുന്ന ബിലാൽ, ആ ബിലാൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് വിളിച്ചു പറയും, ഞാൻ അറിയാതെ സ്വീകരിച്ചു പോയതാണ്, എനിക്ക് മുഹമ്മദിനെ വേണ്ട, എനിക്ക് ഇസ്ലാം വേണ്ട എന്ന് വിളിച്ചു പറയുമെന്ന് ഉമയ്യത്ത് പറഞ്ഞിട്ട് ചാട്ടവാർ കൊണ്ടുപോവുകയാണ്. നേരെ ഉമയ്യത്തിന്റെ വീട്ടിലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു കിടക്കുന്ന സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു ഒട്ടകക്കൂട്ടത്തിനിടയിൽ ഇരുന്നു കൊണ്ട് മധുര മനോഹരമായ ശബ്ദത്തിന്റെ ഉടമയല്ലേ, നല്ല പാട്ടുകാരനല്ലേ, അതുകൊണ്ട് മനോഹരമായി നാവിന്റെ ശബ്ദം കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്ത അല്ലാഹുവിന്റെ വചനാമൃതം ഇങ്ങനെ നാവിലൂടെ പെയ്തിറങ്ങിയപ്പോ ഉമയ്യപ്പയോട് ചെമ്പേ ബിലാലേ, ഇത്രയും വർഷം കൊണ്ട് പറയാത്ത ഒരു വൃത്തികെട്ട മന്ത്രം നിന്റെ നാവിൽ വന്നല്ലോ, എന്തേ ബിലാലേ നീ പറഞ്ഞത്? ആ സമയത്ത് മഹാനായ ബിലാലിന് മനസ്സിലായി, ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല, ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ല. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ആദ്യമായി ഉമയ്യത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് ബിലാൽ പറയുന്നു, നേതാവേ, ഇതെന്റെ പുന്നാര ഹബീബ് എനിക്ക് പഠിപ്പിച്ചു തന്ന മന്ത്രമാണ്. പറയാനുള്ള ധൈര്യം കണ്ടോ? ഇവിടെയാണ് ബിലാലിനെ പഠിക്കേണ്ടത് ചെറുപ്പക്കാരാ, ഇവിടെയാണ് ബിലാലിനെ പരിചയപ്പെടേണ്ടത് ചെറുപ്പക്കാരാ. പറയാനുള്ള ധൈര്യം കണ്ടോ? ഉമയ്യത്ത് അടിക്കുമെന്നറിയാം, ഉമയ്യത്ത് ഉപദ്രവിക്കുമെന്നറിയാം, ഉമയ്യത്ത് കൊന്നുകളയുമെന്നറിയാം. എന്നാലും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഉമയ്യത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഉമയ്യത്തിന്റെ ചാട്ടവാർ തലങ്ങും വിലങ്ങും പാവപ്പെട്ട ബിലാലിന്റെ ശരീരത്തിൽ പതിയുകയാണ്, മുഖത്തടിക്കുകയാണ്, കണ്ണുപൊട്ടുകയാണ്, രക്തം വരികയാണ്. തിരിഞ്ഞും മറിഞ്ഞും ബിലാൽ കിടന്ന് പിടയ്ക്കുമ്പോ അവസാനിപ്പിക്കാത്ത പ്രഹരങ്ങളാണ്. പാദവിരൽ മുതൽ തലവരെ ചാട്ടവാർ കൊണ്ടടിക്കുമ്പോ തളർന്നിട്ട് ഉമയ്യത്തിരിക്കുമ്പോ ഉമയ്യത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ബിലാൽ പറയുകയാണ്, മുമ്പ് നീ എന്നെ അടിക്കുമ്പോ എനിക്ക് പെട്ടെന്ന് വേദനിക്കുമായിരുന്നു, പക്ഷേ അന്ന് ഒരടി കൊണ്ട് ശക്തിയേക്കാൾ ഇന്ന് 1000 അടി കൊള്ളാനുള്ള ശക്തി എനിക്ക് കിട്ടിയത് അത് ഈമാന്റെ രുചിയാണ്. നിങ്ങൾ പത്രമാധ്യമങ്ങൾ
പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടുമല്ലോ. എങ്ങനെയാണ് ഇസ്രായേലി പട്ടാളക്കാരുടെ തോക്കിന്റെ മുമ്പിൽ ഫലസ്തീന്റെ പിഞ്ചുമക്കളും നെഞ്ചു വിരിച്ചു നിൽക്കുന്നത്? എങ്ങനെയാണ് പത്രം വായിച്ചിട്ട് മൂക്കത്ത് വിരൽ വെക്കുന്നവര്? എല്ലാം നഷ്ടപ്പെട്ടു പോയ ഫലസ്തീന്റെ മക്കള്, വാപ്പ നഷ്ടപ്പെട്ടു പോയ ഫലസ്തീന്റെ അനാഥ മക്കള്, ഉമ്മ നഷ്ടപ്പെട്ടു പോയ ഫലസ്തീന്റെ പാവപ്പെട്ട മക്കള്, ആ മക്കളെ നെഞ്ചു വിരിച്ചു നിന്നിട്ട് പറയുന്ന മന്ത്രമുണ്ട്, അത്തൂരുകാരോ, ആരോഗ്യം തന്ന നീ പറയാത്തത്, സമ്പത്ത് തന്ന നീ പറയാത്തത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് ഫലസ്തീന്റെ ചോരപ്പൊടികളായി പിടഞ്ഞു വീടുന്നതെങ്കിൽ ഇവിടെ ബിലാൽ പറയുന്നു, ഉമയ്യത്തേ, എന്നെ കഷണം കഷണമായി മുറിച്ചു കളഞ്ഞാൽ, എന്നെ കഷണം കഷണമായി മുറിച്ചു കളഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇസ്ലാമിന്റെ സൗന്ദര്യം കളയൂല. കഷണമായി മുറിച്ചു കളഞ്ഞാൽ ഞാൻ കളയൂല. എന്ത് സാധനം കൊടുക്കണത്തുണ്ട്? പിരിവിൻ്റാണോ? അതെ, വേറെ നോട്ടീസാ? നോട്ടീസാ? വാങ്ങി വെച്ചോളൂ, ഇപ്പൊ വായിക്കണ്ട കേട്ടോ. എന്ത് നോട്ടീസ് ആണെങ്കിലും ചരിത്രത്തിന്റെ ഇടയിൽ നോട്ടീസ് ആയിപ്പോ നാളെ നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കും, ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു നോട്ടീസ് കിട്ടി എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് അതിനൊരു കരയെത്തിക്കുന്നത് വരെ ദയവ് ചെയ്ത് ഒരു ഉപദ്രവം ഉണ്ടാക്കരുത്. വൃത്തിയോട് കേട്ടോ. ഒഴിവായ കസേരയിലേക്ക് ബാക്കിയുള്ളവർ കടന്നു വന്നിരുന്നു. ചെറുപ്പക്കാരൊക്കെ നല്ല ഉഷാറായിട്ട് നമുക്ക് പഠിച്ചു പോകാം. എല്ലാ ഇനിയിപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു തിരിച്ചടിക്കണ്ടേ? ശരി, ഒരു തിരിച്ചടി വേണ്ടേ? ഒരു ചരിത്രമാകുമ്പോൾ ഒരു തിരിച്ചടി വേണ്ടേ? ഇപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു വാങ്ങി വെക്കാൻ, ഇനി ബിലാൽ റളിയല്ലാഹു അൻഹു തിരിച്ചു കൊടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അത് കേൾക്കട്ടെ. അപ്പോഴേ നമുക്ക് ഒരു സന്തോഷം വരുള്ളൂ. ഇപ്പൊ എല്ലാം അങ്ങനെ വാങ്ങി വെക്കല്ലേ. ഒരു സമാധാനത്തിന് ഞാൻ ആദ്യം എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഉമയ്യത്ത് പറഞ്ഞു, ബിലാലെ, ഒന്നാമത്തെ ശിക്ഷാവിധി എങ്ങനെയാണ്? 2 കൈയും 2 കാലും കെട്ടിയിട്ട് ഒട്ടകക്കൂട്ടത്തിന്റെ ഇടയിൽ കൊണ്ടുപോയി ഇട്ടിരുന്നു. 3 ദിവസം ഒരു തുള്ളി വെള്ളം കൊടുത്തില്ല. അതിനു മുമ്പേ വെള്ളം കൂടി ഇല്ലല്ലോ, അതിനു മുമ്പേ ഭക്ഷണം കഴിപ്പില്ല. 3 ദിവസം ഒട്ടകക്കൂട്ടത്തിനിടയിൽ കൈയും കാലും കെട്ടി കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞിരുന്നു. 3 ദിവസം അങ്ങനെ തന്നെ കിടന്നു മഹാനായ ബിലാൽ. ഉമയ്യത്ത് യജമാനന്മാരോട് പറഞ്ഞു, പേടിക്കണ്ട, ഒരു ദിവസം കൊണ്ട് അവനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സാരമില്ല, 3ാമത്തെ ദിവസം കഴിയുമ്പോ അവൻ മാറിക്കൊള്ളുമെന്ന് പറഞ്ഞു. 3ാമത്തെ ദിവസം കഴിഞ്ഞ് ഒട്ടകക്കൂട്ടത്തിനിടയിലേക്ക് ഉമയ്യത്ത് ചെന്നിട്ട് ചോദിച്ചു, ബിലാലെ, നീ ചത്തോണ്ടോ, മരിച്ചോ, ജീവനുണ്ടോ? ബിലാൽ റളിയല്ലാഹു അൻഹു ആ ഉമയ്യത്തിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. രക്തം ഇങ്ങനെ ഒഴുകുന്നു നെറ്റിയിലും കണ്ണിലും ഒക്കെ. ഉമയ്യത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. 2 കൈയും കെട്ടിയിട്ടിരിക്കുന്നു, 2 കാലും കെട്ടിയിട്ടിരിക്കുന്നു. ഉമയ്യത്ത് വന്നിട്ട് തന്റെ കാലുകൊണ്ട് ചവിട്ടുകയാണ്. പാവപ്പെട്ട ബിലാൽ ഒട്ടകത്തിന്റെ കാറ്റത്തിനിടയിൽ കിടന്ന് ഉരുളുകയാണ്. ആ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ 2ാമത്തെ ശിക്ഷ, ആ രാജകൊട്ടാരത്തിലെ മുഴുവൻ അടിമകളെയും ഉമയ്യത്ത് വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അടിമകളെ, നിങ്ങളോടൊപ്പം കിടന്നുറങ്ങിയിരുന്ന, നിങ്ങളോടൊത്ത് ഭക്ഷണം കഴിച്ചിരുന്ന ഈ ബിലാലിന്റെ ശരീരത്തിൽ മുഴുവനും മുള്ളു തറപ്പിച്ചു വെക്കുക. വലിയ വലിയ മുള്ളു കൊണ്ടുവരികയാണ്, വലിയ വലിയ മുള്ളു കൊണ്ടുവരികയാണ്. കാലിന്റെ പാദവിരൽ മുതൽ ആ മുള്ളിങ്ങനെ അടിച്ച് 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 തറപ്പിക്കുകയാണ്. ബിലാലിന്റെ ശരീരത്തിലേക്ക് ആ മുള്ളിങ്ങനെ തറച്ചു കയറുന്നുവല്ലോ. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരായ അടിമകളാണ് അടിക്കുന്നത്. ഓരോ അടിയടിക്കുമ്പോഴും രക്തം ഇങ്ങനെ പൊട്ടി വരികയാണ്. ആ തൂര് വന്ന ചെറുപ്പക്കാരാ, ആ തൂര് വന്ന പൊന്നുപെങ്ങളെ, അടുക്കള ജോലിക്കിടയിൽ നിന്റെ വിരലൊന്ന് മുറിയുമ്പോ എത്ര നൊമ്പരമാണ് എന്റെ ചെറുപ്പക്കാരാ. ഇത് ശരീരത്തിന്റെ ഒരു ഭാഗത്തെ മുറിവല്ല, ശരീരം മുഴുവനും ഈ മൂർച്ചയുള്ള മുള്ള്, കനമുള്ള ആണി പോലിരിക്കുന്ന മുള്ളങ്ങോട്ട് അടിച്ച് താഴ്ത്തുകയാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഓരോ അടിയടിക്കുമ്പോഴും അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയുകയാണ്, കണ്ണുനീരൊഴുകുകയാണ്. അല്ലാഹുവേ, ഉമയ്യത്ത് പറയുന്നു, ബിലാലെ, നീ ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞാ മതി, വേണ്ടായിരുന്നല്ലോ, മുഹമ്മദിന്റെ അടുത്ത് പോകണ്ടായിരുന്നല്ലോ എന്നൊരു പ്രാവശ്യം ഒന്ന് പറഞ്ഞാ മതി ബിലാലെ, നിന്നെ പിന്നെ അടിക്കൂല, നിന്നെ പിന്നെ ഉപദ്രവിക്കൂല, നിന്നെ പിന്നെ ഒന്നും ചെയ്യൂല. ആ സമയത്ത് ബിലാൽ പറഞ്ഞു, ഇല്ല, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ തൂര് കണ്ട ഒരു മസിൽ പവറുള്ള ചെറുപ്പക്കാരന് വേണ്ടി ഇസ്ലാം കളയുന്ന ആ തൂരിലെ പെണ്ണേ, കാണാൻ നല്ല മുഞ്ചുള്ള, കാണാൻ നല്ല ചുള്ളനായ ഒരു ചെറുപ്പക്കാരനെ കാണുമ്പോ ഇസ്ലാമിനെ മറക്കുന്ന പെണ്ണേ, അല്ലാഹുവിന്റെ ദീൻ മറക്കുന്ന ചെറുപ്പക്കാരാ. ഇവിടത്തെ ബഹുമാനനായ ഖത്തീബിനോട് പറഞ്ഞതെന്തെന്നറിയോ? ഉസ്താദേ, എല്ലാ ചെറുപ്പക്കാരും പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ. എല്ലാ യുവാക്കളും മജ്ലിസുൻ നൂർ ഓതാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ. എല്ലാ ചെറുപ്പക്കാരും ഖുർആൻ ഓതാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ. ആയിരക്കണക്കിന് ചെറുപ്പക്കാരുള്ള ആ തൂര് വന്ന മക്കളോട് പാവപ്പെട്ടവൻ പറയുകയാണ്, അല്ലാഹയെ മറക്കല്ല മോനെ. ഞാൻ ആ വണ്ടിയിൽ ഇങ്ങോട്ട് കടന്നു വരുമ്പോ റോഡിന്റെ 2 ഭാഗത്തായി നടന്നു പോകുന്നത് മുഴുവനും നല്ല കരുത്തുറ്റ ചെറുപ്പക്കാരാണ്. മക്കളെ, അല്ലാഹുവിന്റെ ദീൻ മറക്കല്ലേ ചെറുപ്പക്കാരാ. നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന പുണ്യത്തിന് കിട്ടുന്ന പ്രതിഫലമുണ്ടല്ലോ, എത്ര കാലം കഴിഞ്ഞാലും വിലമതിക്കാനാവൂല ചെറുപ്പക്കാരാ. ആ തൂരിലേക്ക് കടന്നു വരിക, പള്ളികളിലേക്ക് കടന്നു വരിക, ദീൻ വാരി പുണരുക, കള്ളും കഞ്ചാവും ലഹരിയും പെണ്ണും ഒക്കെ വലിച്ചെറിയുക, അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരിക. പാവപ്പെട്ട ബിലാൽ അല്ലാഹു അഹദെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു, നിങ്ങളെ പോലെ സൗകര്യങ്ങളില്ല, നിങ്ങളെ പോലെ സംവിധാനങ്ങളില്ല, ശരീരം മുഴുവനും രക്തനിറമണിഞ്ഞിരിക്കുകയാണ്. ആ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അതിൽ നിന്ന് മാറാതെ വന്നപ്പോ
അവസാനം വലിയ തടി കൊണ്ടുവന്ന് മുള്ള് അടിച്ചു വെച്ച ശരീരത്തെ കെട്ടിയിട്ടിട്ട് വലിയ വലിയ തടി കൊണ്ട് വന്നിട്ട് അടിക്കുകയാണ്. കാലി മുതൽ അടിക്കുകയാണ്. ഓരോ അടിയിലും അല്ലാഹ് 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 അല്ലാഹ്. ഉമയ്യത്ത് വിചാരിച്ചു ഈ അടി കൊണ്ട് യമൻ മാറുമെന്ന്. പക്ഷേ മഹാനായ ബിലാൽ ഇന്ന് ആയിരക്കണക്കിന് ആത്തൂരിലെ ചെറുപ്പക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ചരിത്രം രചിക്കുകയായിരുന്നു. ഒരിക്കലും മരിക്കാത്ത ആത്മാവിന്റെ ഉടമയാവുകയായിരുന്നു. അല്ലാഹുവിന്റെ ലോകത്ത് സ്വർഗം പണിയുകയായിരുന്നു ബിലാൽ. പാവപ്പെട്ട ബിലാൽ പറഞ്ഞു ഞാൻ മാറൂല, നിങ്ങൾ എന്നെ ഏതൊക്കെ തരത്തിൽ ഉപദ്രവിച്ചാലും മാറൂല. അവസാനം അബൂജഹൽ വരികയാണ്. അവസാനം ഇസ്ലാമിന്റെ ശത്രുക്കൾ മുഴുവനും വരികയാണ്. അവർ മുഴുവനും വന്നപ്പോൾ ഉമയ്യത്ത് പറഞ്ഞു ഞാൻ അവനെ കൊല്ലും, ഇനി എനിക്ക് അടിക്കാൻ വയ്യ, ഇനി എനിക്ക് ഇടിക്കാൻ വയ്യ, ഞാൻ അവനെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോ അബൂജഹൽ പറഞ്ഞു മണ്ടത്തരം കാണിക്കല്ലേ, കൊന്നാൽ പിന്നെ അതോടുകൂടി കഴിയോലോ. പിന്നെ അടിമകളൊക്കെ വിചാരിക്കും ഇസ്ലാമതം സ്വീകരിച്ചാലും മുതലാളി കൊല്ലുകയേ ഉള്ളൂ, അതുകൊണ്ട് വേണ്ട അവനെ കൊല്ലണ്ട, അവനിങ്ങനെ നീറി കിടക്കട്ടെ, അവൻ മാറുമോ എന്ന് നോക്കട്ടെ, ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ അവനെ കിടത്തുക. അബൂജഹൽ പറഞ്ഞു ഇനി ഞാനൊന്ന് നോക്കട്ടെ, ഉമയ്യത്തെ നീ ഒന്ന് മാറുക, ഇനി ഞാനൊന്ന് നോക്കട്ടെ. അബൂജഹലിന്റെ ഐഡിയ എന്തായിരുന്നു എന്നറിയോ? കാലിൽ കയറ് കെട്ടിയിട്ട് അടിമകളോട് പറഞ്ഞു വലിച്ചിഴയ്ക്കുക. എവിടെ? ഒട്ടകക്കൂട്ടിന്റെ അകത്തിരുന്ന് വലിച്ചഴച്ച് ചുട്ടുപടുത്ത മരുഭൂമിയിലൂടെ വസ്ത്രം ധരിപ്പിക്കാറ് ബിലാലിനെ വലിച്ചു കൊണ്ടുപോവുക. സൂര്യന്റെ ഏറ്റവും ചൂടേൽക്കുന്ന സ്ഥലത്ത് കൊണ്ട് കിടത്തുക. എത്ര വെള്ളം കുടിക്കാത്തവനാണെങ്കിലും ആ സമയത്ത് അവനൊരു ദാഹം വരുമ്പോ വെള്ളം ചോദിക്കുമല്ലോ. ഉമയ്യത്തും അബൂജഹലും ഒക്കെ പിന്നാലെ പോയി. അല്ലാഹുവേ, പാവപ്പെട്ട ബിലാൽ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ചെറുപ്പക്കാരാ? ആരുടെ സ്വത്ത് മോട്ടിച്ചിട്ടാണ് ചെറുപ്പക്കാരാ? ആരെ കുറ്റം പറഞ്ഞിട്ടാണ് ചെറുപ്പക്കാരാ? ഈ ലോകത്തിന്റെ സെറ്റാവ് അല്ലാഹു ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടല്ലേ, നിസ്കാരം കൃത്യമായി നിർവഹിക്കണമെന്ന് ഉറക്കെ പറഞ്ഞത് കൊണ്ടല്ലേ, എന്റെ റസൂലിന്റെ മുത്ത റസൂൽ മുഹമ്മദ് ആണെന്ന് ഉറക്കെ പറഞ്ഞത് കൊണ്ടല്ലേ, കയ്യും കാലും കെട്ടിയിട്ട് അടിമകൾ വന്നിട്ട് ബിലാലിനെ വലിക്കുകയാണ്. അവർക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അവര് ശമ്പളം പറ്റുന്നവരല്ലേ, അവര് അടിമക്കമ്പോളത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നവരല്ലേ. അവര് ബിലാലിന്റെ വസ്ത്രം അഴിക്കുന്നു. അവര് ബിലാലിന്റെ ശരീരത്തിലെ സർവ്വവസ്ത്രങ്ങളും മാറ്റുകയാണ്. എന്നിട്ട് ആ ബിലാലിന്റെ കാലിൽ കയർ കെട്ടുകയാണ്. മരുഭൂമിയിലൂടെ വലിച്ചു കൊണ്ടുപോകുന്നു. പാവപ്പെട്ട ബിലാൽ ചിന്തിച്ചു നോക്ക് ചെറുപ്പക്കാരാ, ഒരു വഖത്ത് നിസ്കാരം മുടക്കല്ലേ പൊന്നുമോനെ, അല്ലാഹുവിന്റെ പള്ളി കാണുമ്പോ തിരിഞ്ഞു നടക്കല്ലേ. ആ തൊഴിലെ ചെറുപ്പക്കാരാ, നിസ്കരിക്കണേ, നോമ്പ് പിടിക്കണേ, ഖുർആൻ ഓതണേ. ആ പാവപ്പെട്ട ബിലാൽ അതിനുവേണ്ടി അനുഭവിച്ച കട്ടതയുണ്ടല്ലോ. നമുക്ക് വീടില്ലേ, നമുക്ക് ഭക്ഷണമില്ലേ, നമുക്ക് ആരോഗ്യമില്ലേ, നമുക്ക് സുഖമില്ലേ, നമുക്ക് പള്ളികളില്ലേ, നമുക്ക് സമസ്തയില്ലേ, നമുക്ക് മഹാന്മാരായ നേതൃത്വമില്ലേ, പിന്നെ എന്തിനാ മടി വിചാരിക്കുന്ന ഒരു ചെറുപ്പക്കാരാ? പാവപ്പെട്ട ബിലാലിനെ ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ വലിച്ചടച്ചു കൊണ്ടുപോകുമ്പോൾ ശരീരത്തിന്റെ രക്തം പൊടിയുകയാണ്. ആ സൂര്യതാപം ഏറ്റവും അധികം ഏൽക്കുന്ന പച്ചമണ്ണിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് കിടത്തിയിട്ട് എല്ലാവരും മാറിപ്പോകുമ്പോ ആദ്യമായി ബിലാൽ ഇച്ചിരി വെള്ളം തരുവോ, എനിക്ക് ഇച്ചിരി വെള്ളം തരുവോ? ഇത്രയും ദിവസം ഉപദ്രവിച്ചിട്ട് പറഞ്ഞില്ല, ഇത്രയും ദിവസം ആക്രമിച്ചിട്ട് പറഞ്ഞില്ല, ഇത്രയും ദിവസം ഉപദ്രവിച്ചിട്ട് ചോദിച്ചില്ല. ആദ്യമായിട്ട് ബിലാൽ സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. ആ ചുട്ടുപഴുത്ത കനൽക്കട്ട പോലെ തിളങ്ങുന്ന മണലാരണ്യത്തിൽ കിടന്നിട്ട് ആദ്യമായിട്ട് ബിലാൽ പറയുകയാണ് എനിക്കിച്ചിരി വെള്ളം തരുവോ? ആ സമയത്ത് ഉമയ്യത്ത് വരികയാണ്. അല്ലാഹുവേ, ഞങ്ങളെ പാവപ്പെട്ട ബിലാൽ. ആ സമയത്ത് ഉമയ്യത്ത് വന്നിട്ട് രണ്ട് കാലങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ബിലാലിന്റെ വാക്യകത്തേക്ക് മൂത്രമൊഴിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ബിലാൽ, സയ്യിദുനാ ബിലാൽ ഉമയ്യത്തിന്റെ മൂത്രം തന്റെ വാക്യകത്തേക്ക് വീണപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് തുപ്പിക്കളയുകയാണ്. മദീനയിൽ ഇരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിലേക്ക് പറഞ്ഞല്ലോ, എന്റെ ഹൗദുൽ കൗസർ കുടിക്കാൻ വരുന്നവര് മുഴുവനും അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ കോരി കുടിക്കുമ്പോ ഒരാൾക്ക് മാത്രം ഞാൻ ഹൗദിൽ നിന്ന് വെള്ളം കോരിയിട്ട് അവനെ കുടിപ്പിച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ സഹാബത്ത് ചോദിക്കുന്നു, നബിയേ, ആ ഒരു ഭാഗ്യവാൻ ആരാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ സ്വർഗ്ഗത്തിന്റെ ഹൗദ്, ആ ഹൗദുൽ കൗസറിൽ നിന്ന് അങ്ങ് തന്നെ വെള്ളം കോരിയിട്ട് കുടിപ്പിച്ചു കൊടുക്കുന്നത് ആർക്കാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ ബിലാൽ, കറുത്ത ശരീരത്തിന്റെ അകത്ത് വെളുത്ത മനസ്സിന്റെ വെള്ളം കൊണ്ട് തീർത്തുപോയ എന്റെ പ്രിയപ്പെട്ട ബിലാൽ, ആ ബിലാലിന് ഞാൻ ഹൗദുൽ കൗസർ കോരിക്കൊടുത്ത് വാക്യകത്തേക്ക് ഒഴിച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും അവസാനിച്ചില്ല. എന്നിട്ടും ബിലാൽ പറഞ്ഞു അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. അബൂജഹൽ പറഞ്ഞു, എന്നാൽ ഇനി ഒരു കാര്യം ചെയ്യാം, 17 അടിമകളെ കൊണ്ട് എടുത്താൽ ഉയരാത്ത വലിയ ഒരു പാറ കരിമ്പാറ 17 അടിമകൾ കൂടി എടുത്തു ചുമന്നുകൊണ്ട് വരുന്നു. ഉമയ്യപ്പ് ചോദിച്ചു, എന്ത് ചെയ്യുന്നു അബൂജഹലെ? ഈ നശിച്ചവർ ചാകുന്നെങ്കിൽ ചാവട്ടെ, എവരെങ്കിലും ബാക്കി വെക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ അടിമകൾ ഉരുട്ടിക്കൊണ്ട് വന്ന വലിയ പാറക്കല്ലുണ്ടല്ലോ,
പാവപ്പെട്ട ബിലാലിന്റെ നെഞ്ചിലേക്ക് എടുത്ത് വെച്ചു കൊടുക്കുന്നു. അല്ലോ, ഉണങ്ങിക്കരിഞ്ഞു പോയ വെള്ളം കുടിക്കാത്ത പാവപ്പെട്ട ബിലാലിന്റെ ശരീരം മണ്ണിനോട് ചേർന്ന് പോകുന്നു. അല്ലോ, ആ സമയത്തതാ കടന്നു വരുന്നു, ആ സമയത്തതാ കടന്നു വരുന്നു, ആ സമയത്തതാ കടന്നു വരുന്നു. ബിലാലിന് സ്നേഹം കൊടുത്ത ഒന്നാമത്തെ കൂട്ടുകാർ, ബിലാലിന് പുഞ്ചിരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത ഒന്നാമത്തെ കൂട്ടുകാർ, ബിലാലിന് വാരിപ്പുണർന്ന് മുത്തം കൊടുത്ത ഒന്നാമത്തെ കൂട്ടുകാർ കടന്നു വരികയാണ്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് കടന്നു വന്നിട്ട് ഉമയ്യത്തിനോട് പറയുന്നു, പാവമല്ലേ ഉമയ്യത്തെ, തിരിച്ചടിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ പട്ടിണി കിട്ടിട്ട് ഇങ്ങനെ നരകിക്കുന്നതെന്തിനാണ്? ഉമയ്യത്ത് പറഞ്ഞു, ഒന്നെങ്കിൽ ഇവൻ ചാകണം, ഇല്ലെങ്കിൽ ഇവനെ മോചിപ്പിക്കണം, അതുവരെ ഞാൻ ഇവനെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമയ്യത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, ഉമയ്യത്തെ, ഈ അടിമയെ നീ എനിക്ക് തരുന്നുണ്ടോ? ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വതക്ക, അതിനപ്പുറം ഒരു സ്വതക്കയില്ല. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വതക്ക അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്യാൻ പോകും. ഈ അടിമയെ നീ എനിക്ക് തരുന്നു. ഉമയ്യത്തെ രാക്ഷസനെ പോലെ ചിരിച്ചു. അബൂജഹലും അബൂ സുഫിയാനും പറഞ്ഞു, അബൂബക്കറിന്റെ പ്രാന്താണ്, മുഹമ്മദ് എന്ന പ്രാന്തന്റെ കൂടി നിനക്ക് പ്രാന്ത് പറഞ്ഞതാണ്. ഈ പഞ്ഞിക്കെട്ട് പോലെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ കിടന്നിട്ട് ശ്വാസം എടുക്കാൻ കഴിയണില്ല, മൂത്രം കുടിച്ച് കിടക്കുന്ന ഈ ബിലാലിനെ നീ കൊണ്ടുപോയിട്ട് എന്താ ചെയ്യാൻ അബൂബക്കർ? അവനിപ്പോ 1-2 മണിക്കൂർ കഴിയുമ്പോൾ മരിക്കും. ഇനി അവന് ജീവിക്കാൻ പറ്റില്ല, ഇനി അവൻ ആര് വാങ്ങിയാലും ജീവിക്കാൻ പറ്റൂല, ഏത് വൈദ്യം വന്നാലും ജീവിക്കാൻ പറ്റും. അവന്റെ സർവ്വ ശരീരത്തിന്റെ നാഡീ നരമ്പുകൾ ഇടിച്ച് പഞ്ഞി പോലെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അതൊന്നും ചോദിച്ചില്ല, ഈ ബിലാലിനെ ഈ ശരീരത്തോടു കൂടി നിങ്ങൾ എനിക്ക് തരൂ. പെട്ടെന്ന് ഉമയ്യത്ത് ചിന്തിച്ചു, ഏതായാലും അവൻ മരിക്കും, ഞാൻ നല്ല വില കൊടുത്ത് അന്ന് വാങ്ങിയതാ കമ്പോളത്തിൽ, എല്ലാം കൊണ്ടും എനിക്ക് ലാഭമില്ല, ഞാൻ പിന്നെ എന്തിനു വേണ്ടെന്ന് വെക്കണം, തോന്നി പോട്ടെ, എന്തായാലും അവൻ ഇസ്ലാമിൽ നിന്ന് മാറില്ല എന്ന് ഉമയ്യത്തിന് ഉറപ്പാണ്. കാരണം ഇത്രയും ഉപദ്രവം കേട്ടല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് ഉമയ്യത്ത് അബൂബക്കറിനോട് പറഞ്ഞു, അന്ന് നിലവിൽ നല്ല കരുത്തരായ 60 അടിമകൾക്ക് കൊടുക്കുന്ന കാശ് നീ തരൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ഉമയ്യത്തിന് കൈ കൊടുത്തിട്ട് പറയുന്നു, ഞാൻ സമ്മതിച്ചിരിക്കുകയാണ്, അന്ന് കരുത്തരായ നല്ല ആരോഗ്യമുള്ള 60 അടിമകൾക്ക് കൊടുക്കുന്ന കാശ് ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ് സമ്മതിച്ചപ്പോ അല്ലാഹുവേ, ഉമയ്യത്ത് തളർന്നു വീണു പോവുകയാണ്, ഉമയ്യത്ത് തളർന്നു വീണു പോവുകയാണ്, ഉമയ്യത്ത് തളർന്നു വീണു പോവുകയാണ്. അബൂജഹലും അബൂ സുഫിയാനും ഒക്കെ അത്ഭുതപ്പെട്ടു പോയി. നിനക്ക് എന്ത് പറ്റി അബൂബക്കറെ? ഉമയ്യത്ത് സമ്മതിച്ചോ എന്ന് ചോദിച്ചപ്പോ സമ്മതിച്ചെന്ന് പറഞ്ഞു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 60 അടിമകളുടെ പൈസ എടുത്ത് ഉമയ്യത്തിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് ഓടുകയാണ്, ബിലാലേ, 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 ഞാൻ വന്നു ബിലാലേ, ഞാൻ വന്നു ബിലാലേ, ഞാൻ വന്നു ബിലാലേ, കരയരുത് ബിലാലേ, കരയരുത് ബിലാലേ, കരയരുത് ബിലാലേ. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, അല്ലാഹു എന്നെ പരീക്ഷിച്ചതാണ്, എന്റെ ഈമാനിന്റെ ശക്തി എത്രയുണ്ടെന്നറിയാൻ അല്ലാഹു എന്നെ പരീക്ഷിച്ചതാണ്, ഞാൻ കരയില്ല, എനിക്ക് വേദനയില്ല, എനിക്ക് നബിയെ കാണണം, എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കാണണം, എനിക്ക് എന്റെ മുത്ത് നബിയെ കാണണം. ആ പുന്നാര ഹബീബ് ചേർത്ത് വെച്ച ആ ശരീരത്തിനും ആത്മാവിനും ഒരുപോലെ പകർന്നു തന്ന സുഖമുണ്ടല്ലോ, എനിക്കൊന്നുകൂടെ നുകരണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിലാലേ, അല്ലാഹുവിന്റെ റസൂൽ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നും രാത്രിയാകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ബിലാലിനെ കുറിച്ച് പറഞ്ഞിട്ട് കരയുമെന്ന് പറഞ്ഞപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പുഞ്ചിരിക്കുകയാണ്. എന്റെ പേര് പറഞ്ഞോ റസൂൽ, എന്നെ കുറിച്ച് ചോദിച്ചോ റസൂൽ? മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഒരു കൊച്ചുകുട്ടിയെ പോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എടുക്കുകയാണ്. എടുത്ത് നടന്നു പോകുമ്പോ ഉമയ്യത്ത് അബൂബക്കറിനോട് പറയുന്നു, അബൂബക്കറേ, ഒരു അടിമയുടെ കാശ് പോലും ഇവന് കൊടുക്കണ്ടല്ലോ അബൂബക്കറേ, പിന്നെന്തിനാണ് നീ വാങ്ങിയതെന്ന് ചോദിച്ചപ്പോ അബൂബക്കർ തിരിഞ്ഞു നിന്നിട്ട് പറയുകയാണ്, ഉമയ്യത്തെ, 100 അടിമകളുടെ വില നിങ്ങൾ ചോദിച്ചാലും എന്റെ പാവപ്പെട്ട ബിലാലിനെ വാങ്ങാ, ആ കാശ് മുഴുവനും ഞാൻ തരുമെന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ആ മുത്തുനബി തങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ല ബിദിഗാ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ വലസൗഫ യർളാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അബൂബക്കർ അടിമയെ അത്രയും പണം കൊടുത്ത് വാങ്ങിയത്, അത്രയും പണം കൊടുത്ത് വാങ്ങിയത് പേരെടുക്കാനല്ല, കയ്യടി കിട്ടാനല്ല, ജനങ്ങളുടെ സന്തോഷം കിട്ടാനല്ല, എന്തെങ്കിലും അബൂബക്കറിന് ഫലമുള്ളത് കൊണ്ടല്ല, ഭൗതികമായ ഉപകാരമുള്ളത് കൊണ്ടല്ല. വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ല ബിദിഗാ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ വലസൗഫ യർളാ. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാണ്, പടച്ചോന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് നിൽക്കുകയാ, സഹാബത്ത് എഴുന്നേറ്റ് നിൽക്കുകയാ. അടിമുടി കറുത്ത ബിലാലാണ്, അവർ ആത്മാവിൽ വെള്ളാമ്പൽ പൂവാണ്. അബൂബക്കർ സിദ്ദീഖ് അവർ ചെല്ലുന്നു, അവർ അടിമത്തം മോചിപ്പിച്ചെടുക്കുന്നു. അടിമുടി കറുത്ത ബിലാലാണ്, അവർ ആത്മാവിൽ വെള്ളാമ്പൽ പൂവാണ്. അബൂബക്കർ സിദ്ദീഖ് അവർ ചെല്ലുന്നു, അവർ അടിമത്തം മോചിപ്പിച്ചെടുക്കുന്നു.
പിടിച്ചെടുക്കുന്നു. പാടി ബിലാൽ എന്ന പൂങ്കുയില് പണ്ട് പാവനദീനിൻ തേനിശല് കാടിളകും കുഫർ കൂട്ടത്തില് അന്ന് കിളിമത്തുറപ്പിച്ച പൂങ്കരള്. മറന്നുപോയ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മധുരമുള്ള വരികള് എന്റെ ആത്തൂരുകാർക്ക് വേണ്ടി തരികയാണ്. മറക്കല്ലേ, ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുകയാണ്. ബിലാലിന്റെ കണ്ണീര് തുടച്ചു കൊടുക്കുകയാണ്. കാരണം ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ ആരാണ്? അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. വിശ്വാസികളൊന്ന് കരഞ്ഞാൽ പിടയ്ക്കുന്ന ഹൃദയമേ നബി മുഹമ്മദ് മുസ്തഫ, വിശ്വാസികളൊന്ന് വേദനിച്ചാ കൂടെ വേദനിക്കുന്ന ഉടമയെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബിലാലേ ഇനി നിനക്ക് രണ്ട് സ്വർഗ്ഗമാണ് ബിലാലേ, ഇനി നിനക്ക് രണ്ട് സ്വർഗ്ഗമാണ് ബിലാലേ. ചോദിച്ചു, രണ്ട് സ്വർഗമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒന്നിവിടെ ചങ്ങലക്കെട്ടുകളില്ല, അടിമത്വമില്ല, ഒട്ടകത്തമയ്ക്കണ്ട, ചാട്ടവാറിന്റെ അടിയില്ല, സ്നേഹം മാത്രം ബിലാലേ, സ്നേഹം മാത്രം ബിലാലേ. രണ്ടെവിടെയാണ്? അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. പേടിക്കണ്ട ബിലാലേ, ഈ കണ്ണീരിന് പകരമായി, ഈ അക്രമങ്ങൾക്ക് പകരമായി, ഈ രക്തച്ചൊരിച്ചിലിന് പകരമായി, ഈ കഷ്ടപ്പാടിന് പകരമായി അല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന് പറയുകയാണ്. ഖുർആൻ എന്തേ പറഞ്ഞത്? വനുരീദു അന്നമുന്ന അലല്ലദീന സ്തുദഇഫൂ ഫിൽ അർളി വനജഅലഹും അഇമ്മതൻ വനജഅലഹുൽ വാരിസീൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, ഇതുപോലെ ആക്രമിക്കപ്പെട്ടവർക്ക് ഭൂമിയുടെ അവകാശം ഞാൻ കൊടുക്കുകയാണ്, ഭൂമിയുടെ അനന്തരാവകാശം ഞാൻ കൊടുക്കുകയാണ്. അവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരികയാണ്, അവരെ നേതാക്കന്മാരാക്കാൻ പോവുകയാണ്, അവരെ യജമാനന്മാരാക്കാൻ പോവുകയാണ്. ഇത് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്. അവിടെ നിന്നുകൊണ്ട് ചരിത്രത്തിന് വലിയൊരു മാറ്റം വരികയാണ്. ഇവിടെ ഇനി ചരിത്രത്തിന് വലിയൊരു മാറ്റം വരികയാണ്. എന്റെ ആത്തൂരുകാർക്ക് അത് കേൾക്കാനുള്ള ഭാഗ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ ആത്തൂരുകാർ അതോടുകൂടിയിരുന്നു ആ ചരിത്രത്തിന്റെ സമാപനം കേൾക്കുമോ എന്ന് എനിക്കറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ മുതലാളിമാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോ അവർ പറയുന്നു, മുഹമ്മദേ നിന്റെ കൂടെ അടിമകളല്ലേ ഉള്ളൂ, നിന്റെ കൂടെ പട്ടിണി പാവങ്ങളല്ലേ ഉള്ളൂ, നിന്റെ കൂടെ സാധാരണക്കാരല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ വരൂല മുഹമ്മദേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന് തോന്നി, ഈ കറുത്ത ബിലാലിനെയും കുറച്ച് അടിമകളെയും ഒക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് മുതലാളിമാരോട് ഇതിനെ കുറിച്ച് പറയാൻ പോയാലും എന്ന് തോന്നിപ്പോയി. അവിടെ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശീ. അല്ലാഹുവിന്റെ റസൂലേ, മുതലാളിമാരുടെ അടുത്തേക്ക് പോകേണ്ട നബിയേ, ഇവർ തന്നെ മദീന നബിയേ, രാത്രി കരയുന്ന, പകൽ കരയുന്ന, ഇബാദത്ത് ചെയ്യുന്ന, കണ്ണീരൊഴുക്കി തൗബ ചെയ്യുന്ന, ദുആരക്കുന്ന ഈ പാവങ്ങളെ കളഞ്ഞിട്ട് മുതലാളിമാരുടെ അടുത്തേക്ക് പോകണ്ടെന്ന് ആയത്തിറങ്ങിയപ്പോ ബിലാലിന് സന്തോഷമായി. അല്ലാഹു പോലും ഈ കറുത്തവനെ കുറിച്ച് ഖുർആനിലൂടെ പറഞ്ഞല്ലോ, അല്ലാഹു പോലും ഈ കറുത്തവനെ കുറിച്ച് ഖുർആനിലൂടെ പറഞ്ഞല്ലോ, അല്ലാഹു പോലും ഈ പാവപ്പെട്ടവനെ കുറിച്ച് ഖുർആനിലൂടെ പറഞ്ഞല്ലോ. അല്ലാഹുവേ, പക്ഷേ മക്ക എന്ന നാട്ടിൽ ഒരുപാട് കാലം താമസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ. മുഹമ്മദിനെ കൊല്ലാൻ, അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ ശത്രുക്കൾ ഒരുങ്ങുമ്പോ, ഇസ്ലാമിനെ വകവരുത്താൻ ശത്രുക്കൾ ഒരുങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു, പോവാം മദീനയിലേക്ക്, അല്ലാഹുവിന്റെ ഓർഡർ വന്നിരിക്കുന്നു, പോകാം മദീനയിലേക്ക് പോകാം. ബിലാൽ റളിയല്ലാഹു അൻഹു ആദ്യമായി ബാങ്ക് വിളിച്ചത് കഅബാലയത്തിലല്ല, ബിലാൽ റളിയല്ലാഹു അൻഹു ആദ്യമായി ബാങ്ക് വിളിച്ചത് മക്കയിലല്ല, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക് വിളിക്കാൻ പോകുന്നത് മദീനത്താണ്. ആ തൂരുകാരാ, ബിലാൽ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ ആദ്യമായി ബാങ്ക് വിളിച്ചത് മക്കത്തല്ല, ബിലാൽ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ ആദ്യമായി ബാങ്ക് വിളിച്ചത് കഅബാലയത്തിന്റെ മുകളിലല്ല. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്കിന്റെ ചരിത്രം പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നത് മദീനത്താണ്. മക്ക എന്ന നാടിനോട് വിട പറയണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ കരയുകയാണ്, ബിലാൽ റളിയല്ലാഹു അൻഹു കരയുകയാണ്. ഇനി മദീനത്തേക്ക് പോകണമല്ലോ. ബിലാൽ റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് പോകുമ്പോൾ പറയുകയാണ്, ഇവിടെയാണ് എന്നെ വലിച്ചെടുത്തത്, ഇവിടെയാണ് എന്റെ രക്തം വീണത്, അവിടെ വെച്ചാണ് എന്റെ തല പൊട്ടിച്ചത്, ഇവിടെയാണ് പാറക്കല്ലെടുത്തു വെച്ച സ്ഥലം ഇവിടെയാണ്. ഇതൊക്കെ പറഞ്ഞു മദീനത്തേക്ക് അവർ ചെല്ലുകയാണ്. മദീനത്ത് ചെല്ലുമ്പോഴല്ലാ അവിടെ ഉണ്ടായിരുന്നവർ ആരാണ്? അവിടെ ഉണ്ടായിരുന്നവർ ആരാണ്? ഇസ്ലാമിനെ സഹായിക്കുന്നവരാണ്. അങ്ങനെ പരിശുദ്ധ മക്കയിൽ നിന്ന് സഹാബത്ത് മുഴുവനും മദീനത്തേക്ക് പോവുകയാണ്. ശത്രുക്കൾ ഓരോരുത്തർ അത്ഭുതപ്പെടുന്നു. സഹാബത്ത് മദീനത്തേക്ക് അല്ലാഹുവിന്റെ അനുവാദത്തോടെ പോകുമ്പോ ആ മദീനത്തേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ സയ്യിദുനാ ബിലാൽ, മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു കൊണ്ട് കരയുകയാണ്. കഅബാലയത്തെ നോക്കി പൊട്ടിക്കരയുകയാണ്. ഇനി കാണാൻ കഴിയുമോ എന്നറിയില്ല കഅബ, ഇനി വരാൻ കഴിയുമോ എന്നറിയില്ല കഅബ, ഞാൻ പോവുകയാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു മദീനത്തെത്തി, സഹാബത്ത് മദീനത്തെത്തി. അവിടെയുള്ള ഇന്നിവിടെ
ഇന്നിവിടെ ആത്തൂര് വന്നവർ ഹിഫ്ദുൽ ഖുർആൻ കോളേജിന് വേണ്ടി 200 രൂപ മുതൽ 1000 രൂപ മുതൽ 10,000 30,000 വരെ കൊടുത്തതുപോലെ അല്ലാഹുവേ മദീനത്തെ അൻസാറുകൾ വന്ന മുഴുവൻ മുഹാജിറുകളെയും സഹായിച്ചു. എത്ര സഹായിച്ചിട്ടും അവിടെ മുഖത്തിനൊരു വെട്ടമില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു മദീനത്ത് വന്നിരുന്ന് ഇങ്ങനെ കരയുന്നു. അൻസാറുകൾ പറഞ്ഞു, ബിലാലേ, ഇത് കരയാനുള്ള സ്ഥലമല്ല ബിലാലേ. നിങ്ങൾ വരുമ്പോ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ തന്നവരാണ്, ഞങ്ങൾ പിന്നെന്തിനാ കരയുന്നത്? ബിലാൽ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനത്തേക്ക് വന്ന വഴിയിലേക്ക് നോക്കിയിട്ട് പറയുകയാണ്, ഞാൻ കരയുന്നത് വേറൊന്നും കൊണ്ടല്ല, എന്റെ കൂടെയുള്ള സഹാബികളുടെ മുഖത്ത് വെട്ടം വരാത്തത് വേറൊന്നും കൊണ്ടല്ല. അള്ളാന്റെ റസൂല് മക്കത്തിൽ നിന്ന് ഇതുവരെ മദീനത്ത് വന്നില്ലല്ലോ, ശത്രുക്കൾ എന്തെങ്കിലും ചെയ്തു പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുകയാണ്. നിങ്ങൾ ഞങ്ങളെ സ്വർണം കൊണ്ട് പൊതിഞ്ഞാലും ഞങ്ങളുടെ മനസ്സിൽ സന്തോഷമില്ല. അള്ളാന്റെ റസൂല് മദീനത്ത് വരാതെ ഞങ്ങൾ മാത്രം മദീനത്ത് വന്നിരുന്നിട്ട് എന്ത് സന്തോഷം കിട്ടാനാണ്? കുറേയേറെ ദിവസങ്ങൾ കഴിഞ്ഞു.